വിശ്വാസത്തിന്റെ ഉത്സവമായ ഏലോഹിം എല്ലാ ഇടവകകളിലും ആഘോഷിക്കുകയാണ്. ഈ വിശ്വാസത്തിന്റെ ഉത്സവത്തിൽ കാർലോ TV ചെലവ് തട്ടക്കുഴ ഇടവകകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാലഘട്ടം ലഹരിയുടെ, പ്രണയക്കണികളുടെ, അതുപോലെ ഗെയിമുകളുടെയൊക്കെ പിന്നാലെ പോയിക്കൊണ്ട് കുട്ടികൾ അപകടങ്ങളിൽ ചാടുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈശോയാണ് യഥാർത്ഥ ലഹരി എന്നും ഈശോയാണ് യഥാർത്ഥ വിജയം നൽകുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികൾ ഈ ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലുമായി ഈശോയെ കണ്ടെത്തിയും ഈശോയെ പങ്കുവച്ചും ഈശോയെ പ്രഘോഷിച്ചും നടന്നപ്പോൾ അത് നവ്യമായ ഒരു അനുഭവമായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ എല്ലാ വർഷവും ഓരോ റാലികളായിട്ടാണ് നടത്താറ്. കഴിഞ്ഞ വർഷം വിശുദ്ധരുടെ റാലിയാണ് നടത്തിയത്. ഈ പ്രാവശ്യം എല്ലാ കുട്ടികളും ബൈബിൾ ക്യാരക്ടേഴ്സായിട്ടാണ് വന്നത്. ആദം ഹവ്വയായിട്ടും സാമുവേൽ, അബ്രാഹം, മോശ അങ്ങനെയാണ് വന്നത്. ഈ പ്രാവശ്യത്തെ വിശ്വാസത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം ഭയങ്കര മനോഹരമായി നടത്തി. ഇത്തവണത്തെ വിശ്വാസോത്സവത്തിൻ്റെ ടോപ്പിക്ക് തന്നെ പഴയ നിയമമാണ്. അപ്പം 3 ഗ്രൂപ്പിൽ നിന്നും എല്ലാ പിള്ളേരും കൂടി ഇരുന്നിട്ട് പഴയ നിയമത്തിൽ സംഭവിച്ച ഓരോ ഇൻസിഡൻസിനെ ഇവിടെ ഒരു മിനിയേച്ചർ രീതിയിൽ കുഞ്ഞതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ എക്സിബിഷൻ പോലെ അവിടെ പാരിഷ് ഹോളിൻ്റെ ബാക്കിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ദൈവം ഭൂമി സൃഷ്ടിച്ചത് നമ്മൾ പറയില്ല, ആദ്യത്തെ ദിവസം പ്രകാശവും അന്ധകാരവും, അങ്ങനെ അതുമുതൽ ദൈവം 7ാം ദിവസം റെസ്റ്റ് എടുത്തു, അങ്ങനെ 7 ദിവസം നടന്നത്, പിന്നെ മോശേനെ ഒഴുക്കി വിട്ടത്. അത് ഭയങ്കര രസമായിട്ട് പിള്ളേരിങ്ങനെ തെർമോക്കോളിൽ സൈഡിലോടെ ഇങ്ങനെ വെള്ളവും വെച്ചിട്ട് കുഞ്ഞു മോശേനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ നോഹയുടെ പെട്ടകം, പിന്നെ നോഹയുടെ പെട്ടകം പോയി അറാറത്ത് പർവ്വതത്തിൽ ഇടിച്ചു നിന്നതിനെ പറ്റിയും അങ്ങനെ എല്ലാം വളരെ മിനിയേച്ചറായിട്ട് അത് അവിടെ നമുക്ക് കാണാം. സ്നേഹമുള്ള പ്രാവശ്യത്തെ വിശ്വാസോത്സവം നമ്മൾ 3 സെക്ഷനായിട്ടാണ് നമ്മുടെ ഈ പള്ളിയിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ നടത്തുന്നത്. 1 മുതൽ 4 വരെ ഒരു സെക്ഷൻ, 5 മുതൽ 7 വരെ ഒരു സെക്ഷൻ, പിന്നെ 8 മുതൽ 12 വരെ 3ാമത്തെ സെക്ഷൻ. ആക്ടിവിറ്റികൾ ഓരോ ക്ലാസ്സിലും ടീച്ചേഴ്സ് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആണ് ചെയ്യുന്നത്. രണ്ടാമത് ഓരോ ക്ലാസ്സിലും ഞങ്ങളിവിടെ പള്ളിയിലെ കുട്ടികൾ 3 ഗ്രൂപ്പായിട്ടാണ്, 117 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് 3 ഗ്രൂപ്പായിട്ട് തന്നെയാണ്. അപ്പോൾ വളരെ ആവേശത്തോടു കൂടി തന്നെ നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റികൾ കുഞ്ഞുങ്ങൾ മത്സര ബുദ്ധിയോടെ തന്നെയാണ് 3 ഗ്രൂപ്പുകളായി ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലാസ്സിലും ഓരോ ക്ലാസ്സിലും ആ ഗ്രൂപ്പിന് പോയിൻ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വളരെ തൃപ്തികരമായിട്ട് തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ ദിവസത്തെ ആക്ടിവിറ്റി ഞങ്ങൾ 3 ഓരോ സ്ഥലങ്ങൾ, ഓരോ പ്ലേസ്, നമ്മുടെ പഴയ നിയമത്തിലെ ഓരോ സ്ഥലങ്ങളാണ് ഞങ്ങൾ എടുത്തത്. ഒന്ന് ഈജിപ്ത്, ഒന്ന് അറാറാത്ത് മല, പിന്നെ ഒന്ന് ഏദീൻ തോട്ടം. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ നല്ല വൈബായിരുന്നു. ഞങ്ങൾ മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഒത്തൊരുമയോടെ ചെയ്ത് തീർത്തു. ഒരു 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ചെയ്ത് തീർത്തത്. ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാം ചെയ്ത് തീർത്തു. അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ എല്ലാം തന്നെ ഫിനിഷ് ചെയ്തു. നല്ല മനോഹരമായിട്ട് പിള്ളേരുടെയും മാതാപിതാക്കളുടെയും ഒത്തൊരുമയോടുകൂടി ചെയ്തതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ ഒത്തുചേരാൻ, കുട്ടികളോടൊപ്പം അമ്മമാർക്ക് ഒത്തുചേരാൻ വേണ്ടി ഈ വർഷമാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കുട്ടികളുടെ ഇത്രയും മനോഹരമായ പരിപാടികൾ കാണുവാൻ സാധിച്ചതിലും അതിലെല്ലാം പങ്കെടുത്ത് ഞങ്ങൾ അമ്മമാർ ആക്ഷൻ സോങ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കി റാലിയിൽ സംബന്ധിച്ച് മുന്നോട്ട് പോയി. സർവപ്രപഞ്ചത്തിൻ സൃഷ്ടാവ് കരുണാമയനാം എൻ കർത്താവ്, സർവപ്രപഞ്ചത്തിൻ
സൃഷ്ടാവ്